എൻ്റെ പേര് അർജുനാണ്. ഞാനിത് പാല ഇൻഡസ്ട്രി ഷോറൂമിൽ ഒരു 6 മാസം മുന്നേ എൻ്റെ വണ്ടി പണിക്ക് കയറ്റിയാണ്. ഒരു 6 മാസമായിട്ട് ഇട്ട് നമ്മളെ നാളെ തരാം അല്ല ഒരാഴ്ച കഴിഞ്ഞ് തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മാസമായിട്ട് കുച്ചുവണ്ടി കയറി ഇട്ട് അതിന്റെ എനിക്കാണ് നഷ്ടവും. ഒരു 6 മാസമായിട്ട് ഞാൻ ഈ വാടകയ്ക്കാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ഒരു 53,000 രൂപ, മൊത്തം 70,000 രൂപ ബില്ല്. 2 തവണയായിട്ട്, ഒരു തവണ 16,000 രൂപ ബില്ല് വന്നിട്ട് ഒറ്റ ദിവസം വണ്ടി ഓടിയുള്ളൂ. ഒറ്റ ദിവസം വണ്ടി ഓടിയിട്ട് 16,000 രൂപ ബില്ല് വാങ്ങിച്ചിട്ട് വീണ്ടും വണ്ടി കയറ്റി. ഇതിപ്പോ 53,000 രൂപ ബില്ല് എനിക്ക് തന്നേക്കുക. നമ്മളാണ് പാവപ്പെട്ടൻ. ഈ വണ്ടി ജീവിക്കാൻ വേണ്ടി മേടിച്ച വണ്ടിയാ. നമുക്ക് ഇതിന് നഷ്ടം എന്ന് പറഞ്ഞാൽ 6 മാസം വണ്ടി നമ്മൾ വാടക ഓടിയേ. പാലിന് ഓട്ടോ, ഡെയിലി സ്ഥിരം ഓട്ടോ ഉള്ള വണ്ടിയാണ്. ഇവര് വണ്ടി ചോദിക്കുമ്പോൾ ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം അവിടെ ചെല്ലുമ്പോൾ പറയും. ഫോൺ വിളിച്ചവരോട്ട് ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുക്കാതിരുന്ന ലാസ്റ്റ് ഞങ്ങള് മടുത്ത് പാലിന് വേണ്ടി പാൽ ഓടാൻ വേണ്ടി ഒരു ഉപജീവനമാർഗമായിട്ട് എടുത്ത വണ്ടിയാണ്. വണ്ടിക്ക് ആദ്യമേ നമുക്ക് ഗീറ്റർ പ്ലക്ക് കംപ്ലൈന്റ്, ഗീറ്റർ പ്ലക്ക് മാറി കൊണ്ടുവന്ന് 16,000 രൂപ മുടക്കി. പിറ്റേ ദിവസം വീണ്ടും പാലും വണ്ടിയും കൂടെ വീണ്ടും വഴിയിൽ. എന്നാൽ പാല് നഷ്ടം വന്നു. അത് കഴിഞ്ഞ് വീണ്ടും കൊണ്ട് കൊടുത്തത് അവർ പറഞ്ഞാൽ ഇപ്പൊ ശരിയാക്കാൻ വേണ്ടി വണ്ടി കയറ്റി 6 മാസം ആയിട്ട് ഒരു അണക്കവും ഇല്ല. ഞങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് സാധനം കിട്ടാനില്ല, ഇതാണെന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാലായില് ഇൻഡസ്ട്രിന്റെ ഇൻഡസ്ട്രിന്റെ ഷോറൂം അഡ്വൈസർ വിഷ്ണു അനിൽകുമാർ എന്ന് പറഞ്ഞ അഡ്വൈസറെ വിളിച്ച് കഴിഞ്ഞാൽ ഫോണും എടുക്കില്ല. അത് കഴിഞ്ഞാൽ പലരെയും വിളിച്ച് കഴിഞ്ഞാൽ വേറെ അഡ്വൈസർമാർ നമ്പർ മേടിച്ചു. അവരും ഒന്നും ഫോൺ എടുക്കില്ല. തിരിച്ചു വിളിക്കാനുള്ള മര്യാദ പോലും അവർ കാണിക്കില്ല. 6 മാസമാണ് വണ്ടി ഇട്ട് നാളെ തരാം എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്ന് ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ അവർ വണ്ടിയുടെ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന് പറയുക. എഞ്ചിൻ അഴിച്ച് അവർ പറഞ്ഞ് കോട്ടയത്തെ വണ്ടിയുടെ എഞ്ചിൻ സെറ്റ് ചെയ്ത് പാലല്ല, എഞ്ചിൻ കോട്ടയത്ത് കൊണ്ടുപോകണം, കോട്ടയത്ത് കൊണ്ട് എഞ്ചിൻ സെറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് 18,000 രൂപ 19,000 രൂപ അവിടുത്തെ ലെയ്ത്ത് ചാർജ് ആണെന്ന് പറഞ്ഞിട്ട് തന്നു. ആ ലെയ്ത്ത് ചാർജ് പറഞ്ഞ സാധനങ്ങളൊക്കെ അവർ പുതിയത് വെച്ചതും വേണ്ടി വേറെ വലിയ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പാർട്സ് മാറിയ സാധനങ്ങൾ കാണിക്കാൻ പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ പാർട്ടില്ല. പുറത്തുനിന്ന് എഞ്ചിൻ പണിതിട്ട് നമ്മുടെ കയ്യിൽ ഇത് സെറ്റ് ചെയ്ത് തന്നേക്കുവാണ്. മാറിയ സാധനം പാർട്ട് കാണിക്കാൻ പറഞ്ഞിട്ട് പോലും അവർ തരുന്നില്ല. നിങ്ങൾ പൊക്കോ, അങ്ങോട്ട് കൊണ്ട തന്നേക്കാണ് അവര് പറയുന്നത്. എന്നിട്ട് ആ എഞ്ചിന്റെ അടിയത്തെ കവർ ഒരു വെൽഡ് ചെയ്തിരിക്കുക. ഇപ്പോഴും പനിച്ചു ഓയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ എന്താണ് കാണിച്ചു, ഞങ്ങളുടെ കമ്പനി റൂൾസ് ഇങ്ങനെയാണ്. ഈ വണ്ടി 6 മാസം കടന്നു, അതിന്റെ പേപ്പർ ഭാഗം തീർന്നു. വണ്ടി എടുത്തപ്പോൾ 6 മാസം കടന്നുകൊണ്ട് വണ്ടിയുടെ ബാറ്ററി പോയിട്ട് ടയർ വീൽ ചെയ്യാമോ, വണ്ടി മഴ നനഞ്ഞു കടന്നു. ഇതൊന്നും അവർക്ക് ഒരു വിഷയമല്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് സാധനം വന്നില്ല, 6 മാസമായിട്ട് ഞങ്ങൾക്ക് സാധനം വന്നില്ല. 6 മാസമായിട്ട് വരാത്ത സാധനം ഞങ്ങൾ ചെന്ന് ഒച്ചപ്പാടും മോളം വെച്ച് 2 ദിവസം കൊണ്ട് വണ്ടി അത് ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് എഞ്ചിൻ എഞ്ചിന്റെ കംപ്ലൈന്റ് വണ്ടി എഞ്ചിൻ അയച്ച് ഹെഡ് മാറി അത് ഇത് വേണ്ട 53,000 രൂപ ബില്ല് വീണ്ടും തന്നിരിക്കുകയാണ് അവര്. 5-8 തവണ ഞാൻ ഈ ഷോറൂമിൽ കയറി ഇറങ്ങി നടന്നു. തന്നെ പോയി പറയും, ചേട്ടാ ഇതാ ബുദ്ധിമുട്ടാണ്, എനിക്ക് വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നാളെ തരാം, അല്ലെങ്കിൽ മറ്റന്നാൾ തരാം, ഒരാഴ്ചക്കുള്ളിൽ തരാം, എന്തായാലും ഉറപ്പായിട്ട് തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വെച്ച്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 3-4 പേരെ ചേട്ടന്മാരെ കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാഴ്ച 2 ദിവസത്തിനുള്ളിൽ വണ്ടി തന്നു. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അന്ന് പണിത പിറ്റേ ദിവസം ഈ പാർട്സ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ വണ്ടി എനിക്ക് 2 ദിവസം കൊണ്ട് ഒരു ബഹളം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തന്നു. ബില്ല് ആദ്യം ഒരു 16,000 രൂപയുടെ ബില്ലാണ് ആദ്യം എനിക്ക് തന്നത്. ആ 16,000 രൂപ 50 കിലോമീറ്റർ പോലും വണ്ടി ഓടിച്ചില്ല. 16,000 രൂപയുടെ ബില്ല് കിട്ടി. ഞാൻ ആ 16,000 രൂപ അടച്ചു. 16,000 രൂപ അടച്ചു കഴിഞ്ഞിട്ട് നേരെ 50 കിലോമീറ്റർ പോലും വണ്ടി ഓടിയില്ല. അത് കഴിഞ്ഞ് നേരെ തിരിച്ചു കൊണ്ട് കയറ്റി. അത് പിന്നെയും വഴിയിലായി. പിന്നെ വലിച്ചുകൊണ്ട് പിന്നെയും ഷോറൂമിൽ കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് പിന്നെ തന്ന ബില്ലാണ് 53,000 രൂപയുടെ ബില്ല്. ഈ വണ്ടിക്ക് നിലവിൽ അടവുള്ളതാണ്, CC ഉള്ള വണ്ടിയാണ്. 6 മാസമായിട്ട് കയ്യിൽ നിന്ന് കാശെടുത്ത് CC അടയ്ക്കുന്നു. പകരം പാൽ ഓടാൻ വേണ്ടി പകരം വേറെ വണ്ടി വാടകയ്ക്ക് എടുത്ത് ഓടുന്നു. ഇതെല്ലാം നഷ്ടങ്ങളാണ്. ഇവരെ ഇതൊന്നും ബാധിക്കത്തില്ല. ഇവർ പറയുന്ന വണ്ടിയുടെ എഞ്ചിൻ പോയെങ്കിൽ എഞ്ചിന് മാറി പാർട്സ് തരാൻ വേണ്ടി മാറി പാർട്സ് ഇല്ല. അതുവഴിയില്ല. അതിന്റെ 2-3 ഓറിങ്ങേ ഉള്ളൂ. ബാക്കി ഇവർ പറഞ്ഞ കോട്ടയത്താണ് വണ്ടി ചെയ്ത് അത് ലെയ്ത്തിൽ കൊണ്ടാണ് ചെയ്ത്, അവരാണ് സെറ്റ് ചെയ്തതെന്ന് പറയുന്നത്. ഈ സാധനങ്ങളൊന്നുമില്ല. ഇവരോട് ചോദിക്കുമ്പോൾ ഒരു മുട്ടായുക്തി പറ്റത്തില്ല, ഇതാണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. വണ്ടി മഴ നനഞ്ഞ് ഒരു പരുവത്തേക്ക് വണ്ടി കിടക്കുക. 6 മാസമായിട്ട് വണ്ടി മഴ നനഞ്ഞ് കിടക്കുക, തുരുമ്പെടുത്ത് കിടക്കുക. എന്നിട്ടാണ് വണ്ടി ഇറക്കി തരുന്നത്. ഉപഭോക്തൃ കോടതി കൊണ്ട് കേസ് കൊടുക്കാം. അല്ല തന്നെ അവർ പറഞ്ഞ് നിങ്ങൾ ഉപഭോക്തൃ കോടതി പോയിട്ട് കാര്യമില്ല, ഞങ്ങൾ വമ്പ കമ്പനികളാണ്, ഞങ്ങൾക്ക് കമ്പനി വക്കീലുമാരുണ്ട്, നിങ്ങൾ അതിന് വെറുതെ അവിടെ ചോദിച്ച സ്റ്റാഫുകൾ പറഞ്ഞു നിങ്ങൾ വെറുതെ നടക്കാവുന്നേ ഉള്ളൂ, അല്ല ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് കമ്പനി വക്കീലുമാരും സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാനില്ലെന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം.